എടോ ശങ്കരൻ നായരെ, ഈ ചായക്ക് മധുരം കുറവാടൂ. അധികം മധുരം കഴിക്കണ്ടടോ, ഷുഗർ ഓടി നടക്കുന്ന കാലാ. പ്രഷറും കൊളസ്ട്രോളും കൂട്ടിനുള്ള സ്ഥിതിക്ക് ഇനി ഷുഗറും കൂടി വന്നിട്ടോ ആർക്കാടോ തെണ്ണം? അപ്പോ അധികം നാൾ ജീവിക്കണമെന്ന ആഗ്രഹം തനിക്കില്ലേ? സ്വരം നന്നായിട്ട് നിൽക്കുമ്പോ പാട്ട് നിർത്തുന്നതാ ബുദ്ധി. ഇന്നത്തെ കാലത്ത് നാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. താനിത്തിരി പഞ്ചാര ഇട്ടതാടോ ഇതിനകത്ത്. ഒരു ചായ. കഴിക്കാൻ എന്തെങ്കിലും? കഴിക്കാനൊന്നും വേണ്ട. ഇവിടെ പുതിയ ആളാണെന്ന് തോന്നുന്നു. അതെ, ഞാനിവിടെ ആദ്യമായിട്ടാ. എവിടെയാ നാട്? കൊച്ചിയിലാ. ഇവിടെ ആരെ കാണാൻ വന്നതാ? ഞാനൊരു നോവലിസ്റ്റാണ്. ഇവിടെ ഒരു നോവൽ എഴുതാൻ വേണ്ടി വന്നാ. ഈ അഡ്രസ്സുള്ള ആളെ പരിചയമുണ്ടോ? ഇത് ഇയാളല്ലേ? ഗോപാലട്ടനല്ലേ? അതെ. ഇതാ, ഇത് ഫാദർ ആൽബിൻ തനായിച്ചാണ്. അച്ഛന്റെ ആരാ? അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവാ. എങ്കിൽ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോ. ഓ, ഇതേട്ടാ. ഇതാ വീട്. സൗകര്യങ്ങളൊക്കെ പട്ടണത്തിലെ അത്ര ഇല്ല. ഇത് തന്നെ ധാരാളം. അല്ല, ഗോപാലട്ടന്റെ കുടുംബം? വിവാഹം ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. പ്രായം കടന്നു പോയപ്പോ പിന്നെ വേണ്ട എന്നും കരുതി. വരൂ. ചേട്ടാ, ആ വീട് ആരുടെയാ? അത് പാഞ്ചാലിയുടേതാ. പാഞ്ചാലിയോ? പാർവതി എന്നാ യഥാർത്ഥ പേര്. പിന്നെ നാട്ടുകാരത് പാഞ്ചാലി എന്ന് വിളിക്കുന്നു. വാറ്റുചാരായ വിൽപ്പനയാ ജോലി. വാറ്റുചാരായ വിൽപ്പനയോ? നിങ്ങൾ ഈ പറഞ്ഞ പാഞ്ചാലി ഇതാണോ നോക്കി? അത് പാഞ്ചാലി അല്ല. പാഞ്ചാലിയുടെ മോള് സീതയാ. ജോണി ആദ്യം വിശ്രമിക്ക്, ഞങ്ങൾ ഭക്ഷണം തയ്യാറാക്കാം.
എന്താണോ കുന്തം പിടിക്കുന്ന പോലെ നിൽക്കണത്? അപ്പൊ മുതലാളി വെടിവെച്ചില്ലായിരുന്ന എന്റെ വെക്കാഞ്ഞേ? അപ്പൊ ഉണ്ട തീർന്ന? ഉണ്ട തീർന്നില്ലായിരുന്നല്ലേ? ഞാൻ കരുതി. നീ തൽക്കാലം ഒന്നും കരുതണ്ട, അത് വേഗം പോയി എടുത്തിട്ട് വേണം. ചുമ്മാ മനുഷ്യരെ പിടിപ്പിക്കാൻ. പച്ചക്കറിയേ പച്ചക്കറി, പാവയ്ക്ക, വെണ്ടയ്ക്ക, പടവലങ്ങ. പച്ചക്കറിയേ പച്ചക്കറി. പച്ചക്കറി വേണമല്ലോ. ഏതാ വേണ്ടത്? പാവയ്ക്ക. പാവയ്ക്ക തന്നെ വേണോ? കോവയ്ക്ക പോരെ? പാവയ്ക്ക തന്നെ വേണം. തരാലോ. പച്ചക്കറി വേണോ? പച്ചക്കറി സൂക്ഷിച്ചോ, ആ ചാക്കോ പോലീസ് അവിടെ ഉണ്ട്. മോളെ സീതേ, ഇത് മോക്ക് വേണ്ടി അമ്മ വാങ്ങിയതാ. ഇഷ്ടായോ? എനിക്കൊന്നും വേണ്ട. ഇത് സ്വർണമാലയാ, 2 പവനുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ മോളെ ഇത്? മനസ്സിലായില്ലല്ലേ? ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ നിർത്തി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താ, ഞാൻ സ്വീകരിക്കാം. കഴിയില്ല മോളെ. ഒരു ഭ്രാന്തന്റെ ഭ്രാന്ത് മാറിയാലും സമൂഹം അവനെ ഭ്രാന്തനായിട്ട് കണക്കാക്കുള്ളൂ. അതുപോലെ തന്നെയാ എന്റെ കാര്യവും. ഞാൻ ഈ തൊഴിൽ നിർത്തിയാലും ഈ നാട്ടുകാരെന്നെ പഴയ പാഞ്ചാലിയായിട്ടേ കാണുകയുള്ളൂ. ഈ അമ്മയുടെ പച്ചക്കറി കൊട്ടയില് പച്ചക്കറികളല്ല, വാറ്റ് ചരായമാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇനി അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. സ്വസ്ഥമായിട്ട് ജീവിക്കാനൊന്നും ഇവിടെ പറ്റില്ലമ്മേ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. കൈ കാശില്ലാതെ എവിടേക്ക് പോവും? എവിടെ ചെന്നാലും എങ്ങനെ ജീവിക്കും? കുറച്ചുകൂടി കഴിയട്ടെ. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ചേട്ടാ, ഓ നശിപ്പിച്ച്. ഇന്ന് ഏതവന്റെ കല്യാണം നെറുകന്തലെ വീഴാൻ പോണം. ഇന്ന് ഡോഗ് ഷോയുടെ പിരിവിന് സ്റ്റെല്ലിയും കൂട്ടരും വരും. എന്നെ നിങ്ങൾ നാണം കെടുത്തരുത്. ഇന്ന് ഡോഗ് ഷോ, ഇന്നലെ ക്ലബിലെ പരിപാടി. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ കുസുമം. ഞാൻ ഒരു പോലീസുകാരനാ, നീ എന്നെ ഒരു പിടിച്ചോടിക്കാരനാക്കരുത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? അതെ, വായിക്കിടക്കണ നാക്കാണെന്ന് കരുതി ഡിപ്പാർട്ട്മെന്റ് മൊത്തം വാറൻസ് അടിക്കല്ലേ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പഴയ കാലമൊന്നുമല്ല. ഈ സാധനം തലയിരിക്കുമ്പോ കാറ്റ് പിടിച്ച ബലൂൺ പോലെ ഒരു പോലീസുകാരന്റെ ഏറ്റവും വലിയ ധീരത എന്ന് പറയുന്നത് പെൻഷൻ ആവുന്നതുവരെ ഇത് തലയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിനക്കറിയാവോ, ഈ സ്റ്റേഷൻ പരിസരം വളരെ പൈശാചികവും ദയനീയവുമാണ്. ഒരാസ്ഥാന കള്ളനോ ഒരു കൊള്ളക്കാരനോ എന്തിനധികം പറയുന്നു, ഒരു വീരപ്പൻ പോലും സ്റ്റേഷൻ പരിധിയിലില്ല. ആകെയുള്ളത് കുറച്ച് വാറ്റുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ എങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് ബോധം മറക്കണ OPR പുണ്യാലിന് മാത്രം അറിയാം. നീ വിഷമിക്കണ്ട കുസുമം, നിന്റെ കാശിന്റെ കാര്യമല്ലേ, അത് നമുക്ക് പരിഹരിക്കാന്നേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പോലീസുകാരനല്ലേ. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ആ പിന്നെ അകത്ത് കയറി കഥ കടിച്ചോ. പൊതുവെ പൂവാലന്മാരുടെ ശല്യമുള്ള പ്രദേശമാണ്. അവറ്റകൾക്കൊന്നും പേടിയില്ല പോലീസുകാരാ. എന്നിട്ട് ഇതുവരെ ഞാനൊരു പൂവാലിനും കണ്ടില്ലല്ലോ. എന്റെ പൊന്നു കുസുമം, നീ ഇങ്ങനെ പൂവാലന്മാരെ അന്വേഷിച്ച് പോകാതെ അകത്ത് പോയി വാതിലച്ചിരേടി. കയറിപ്പോയി അകത്ത്. മനുഷ്യനൊരു കാര്യം. ഈ നാട് ഇത്രയും മനോഹരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, ഈ വഴി അങ്ങോട്ടുള്ള? ഇത് പ്ലാന്റേഷനിലേക്കാ. അല്ല, ഇതാരുടെ വീടാ? ഇത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടേതാ. ഒരു കാലത്ത് നല്ല നില കഴിഞ്ഞവരാ. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ഇന്ദു ഫിലിപ്പ് എന്നൊരു എഞ്ചിനീയറെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അത് ഈ തറവാടിന് താങ്ങാനാവാത്ത ഷോക്കായിരുന്നു. പിന്നീട് ഇന്ദുവിന്റെ ദുരൂഹ മരണം, ഫിലിപ്പോസിന്റെ ജയിൽവാസം,
അതൊക്കെ വലിയ കഥകളാ. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങള് പിന്നീട് പറഞ്ഞുതരാം. ഇന്ന് ആരൊക്കെ ഉണ്ട് ആ വീട്ടിൽ? ഇന്ദുവിന്റെ ഇളയ സഹോദരി ദേവും 2 മക്കളും. ദേവുവിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ബ്രഹ്മദത്തൻ നമ്പൂതിരി ആണെങ്കിൽ കിടപ്പില. ദേവു നാടകത്തിൽ അഭിനയിച്ച് കിട്ടുന്ന പണം കൊണ്ടാ ആ കുടുംബം കഴിയുന്നത്. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ചികിത്സയ്ക്കായി വീട് പണയം വെച്ച് തോമാച്ചന്റെ കയ്യിൽ നിന്ന് ദേവു കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. ഇന്ന് ഏതു നിമിഷവും തോമാച്ചന്റെ ഇറക്കിവിടൽ ഭീഷണിയിലാണ് ആ കുടുംബം. വാ, നമുക്ക് പോകാം. ഇത് തോമാച്ചന്റെ വീടാ. ഒരു കാലത്ത് എഞ്ചിനീയർ ഫിലിപ്പോസിന്റെ സഹായിയായിരുന്നു തോമാച്ചൻ. പിന്നീട് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും തോമാച്ചൻ മുതലാളിയായി മാറി. ഒരു കാലത്ത് സ്ത്രീകൾ തോമാച്ചന്റെ ഒരു ബലഹീനതയായിരുന്നു. ഒരുപാട് ജീവിതങ്ങള് തോമാച്ചൻ ചവിട്ടി അരച്ചിട്ടുണ്ട്. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നനാണ് തോമാച്ചൻ. അയാളുടെ മുഖത്തൊക്കെ എതിർത്ത് സംസാരിക്കാൻ ഇന്ന് ഈ നാട്ടിലാരുമില്ല. എതിർക്കുന്ന കൈകളെ വെട്ടിമാറ്റിയ ചരിത്രം അയാൾക്കുള്ളൂ. എടോ വാസു, എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? 3-4 ദിവസത്തോട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. ഇവിടത്തെ ക്രമസമാധാനത്തിലൊന്നും തകരാറിലായിട്ടില്ലല്ലോ. വാസു, ഞങ്ങളുടെ കോട്ടയം എടുത്തോ അല്ലേ? അതങ്ങോട്ട് തുടങ്ങാം. കൊണ്ടുവാ, ഇവിടെ പോയി അടിക്കണോ ടെസ്റ്ററെ? ഒരു മൂട് വരട്ടെ. ആ അടി. ഇയാളെന്താ കുന്തിരിക്ക കണ്ട പിശാചിനെ പോലെ ഇരിക്കണത്? അടിക്കണോ? അടി അടി അടി. മിടുക്കൻ. എടോ, എല്ലാ മതസ്ഥരും ഒത്തുചേർന്ന ഒരു ദേവാലയം ഉണ്ട്. അതേതാന്ന് പറയാമോ? അങ്ങനെ ഒരു ദേവാലയം ഏതാ സാറേ? ഉണ്ട്. പരിശുദ്ധവും പാവനവുമായ നമ്മുടെ ഷാപ്പുകൾ. അവിടെ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ ഒരു തരംതിരിവുമില്ല. എല്ലാവരും സമന്മാരാ. സാറിന്റെ ബുദ്ധി അപാരം തന്നെ. സാറിന് സമ്മതിക്കണം. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. എടോ ടെസ്റ്ററെ, എടോ എന്താ സാറേ? താനിത് എന്താ ആലോചിക്കും? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. ഓഹോ, അപ്പൊ ഇവൻ ഭക്തനാണല്ലേ? പള്ളി പോകുന്നതിന് മുമ്പ് 2 പെഗടിക്കാം. ഇത് കാക്കിക്ക് ചേർന്നല്ലോ വാസു. ഇത് സാറിന് എന്തും ചേരും സാറേ. കഴിച്ചാട്ടെ സാറേ. ടെസ്റ്ററിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 2 അങ്ങ് അടിക്കാം. ആ ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട്. ഇന്നാ പിടി, ഇന്നാ പിടി. Cheers. Cheers. മുതലാളി, എനിക്കൊരു മോഹം. എന്താടാ? എന്നും മുതലാളി മാത്രല്ലേ വെടിവെക്കുന്നുള്ളൂ. ഇന്ന് ഞാനും കൂടി ഒന്ന് വെടിവെച്ചോട്ടെ മുതലാളി. നീ ഇപ്പൊ തൽക്കാലം ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്താൽ മതി. കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. എന്താ? പുറത്താരോ വന്നിട്ടുണ്ടല്ലോ. ഇതിനൊടുക്കത്തെ കനമാണ് നീ. പപ്പാ, നീ ഇങ്ങ് എത്തിയോടാ കൂവേ. വരുന്ന വിവരം നിനക്കൊന്ന് വിളിച്ചറിയിക്കാമായിരുന്നില്ലേ? മൊബൈലിൽ റേഞ്ചില്ലായിരുന്നു. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. അല്ല, നിങ്ങളൊക്കെ ബാംഗ്ലൂരിൽ തന്നെയാണോ പഠിക്കുന്നത്? അപ്പൊ ഡോക്ടർ പഠിത്തമൊക്കെ നന്നായിട്ട് പോകണില്ലേ? ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് വേണം ഒരു ആശുപത്രി പണിയാൻ. ഇന്നത്തെ കാലത്ത് 10 കാശുണ്ടാക്കാൻ പറ്റുന്ന ആശുപത്രി തന്നെയാ. അപ്പോഴേക്കും നിങ്ങൾക്ക് കൊമ്പും കുഴലും വെച്ച് കോളേജിന് പുറത്തിറങ്ങാലോ. യാത്ര ചെയ്ത് വന്നല്ലേ, നിങ്ങൾ അകത്ത് പോയി വിശ്രമിക്ക്. നല്ല കാട്ടിറച്ചി എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. സുഗുണ, വാടാ. വന്നു.
പച്ചക്കറിയേ പച്ചക്കറി, വെണ്ടയ്ക്ക, തക്കാളി, പച്ചക്കറി പച്ചക്കറി, മുരിങ്ങക്ക വേണോ, പച്ചക്കറി. പച്ചക്കറി എന്താണ് കൊട്ടേല്? പച്ചക്കറിയാ. പച്ചക്കറിയാ? എന്താ സാറേ? നിന്റെ പച്ചക്കറി തൽക്കാലം താഴേക്കൊന്ന് ഇറക്കി വെച്ചേ. എന്താ സാറേ കാര്യം? അപ്പൊ കാര്യം പറഞ്ഞാലേ കൊട്ട താഴെ വെക്കുള്ളൂ അല്ലേ? ഓ, സാറിന് പച്ചക്കറി വേണോ അല്ലേ? പച്ചക്കറിയല്ല, പച്ചത്തെറിയ വായി വന്നത്. താഴെ ഇറക്കി വെക്കണേ. ഓ, എന്താ സാറേ, എന്താ നോക്കുന്നേ? കുപ്പി എവിടെയടി? എന്ത് കുപ്പി? ഏത് കുപ്പി? ആഹാ, ഇത് പച്ചക്കറിയാ സാറേ. ഓഹോ, അപ്പൊ നിന്റെ മറ്റേ ഏർപ്പാടൊക്കെ നിർത്തിയാ? ഓ, അതാണ് സാർ ഉദ്ദേശിച്ചത്. അതൊക്കെ ഞാൻ പണ്ടേ നിർത്തി. ഓഹോ സാറേ, ഈ നാട്ടുകാർക്കൊക്കെ ഇപ്പോഴേ മറ്റേ സാധനമൊന്നും വേണ്ട. പിന്നെ അവർക്കൊക്കെ ബ്രാൻഡിയാ ഇഷ്ടം. ഓ, ഇപ്പൊ നമ്മുടെ പട്ടയിലെ കളറ് മാറ്റിയാ വരുന്നതെന്ന് ഈ നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. ചെലവില്ലാതായപ്പോ ഞാൻ ആ ഏർപ്പാടൊക്കെ ഒന്ന് നിർത്തി. നീ സത്യം തന്നെയാണ് ഈ പറയുന്നേ? സത്യം തന്നെയാ സാറേ. ആ, അല്ല പിന്നെ നീയൊക്കെ നന്നായിട്ട് എനിക്കെന്താ കാര്യം? ഞാൻ ഇത്രയും നേരം വായിട്ടലച്ചതല്ലേ. കാശുണ്ടെങ്കിൽ 250 കെട്ടെടുത്തേ, 300 മതി. പണം ഞാൻ തരാം, ആ, പക്ഷേ രസീത് തരണം. രശീദാ? എന്ത് രശീദ്? ആ, എന്റെ പേരിലുള്ള ചാർജ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് എഴുതിയ രസീത് എനിക്ക് വേണം. എന്നാ ഞാൻ രൂപ തരാം. രശീദാ? അത് പിന്നെ സ്റ്റേഷനിൽ വരണം. ഞാൻ കാശിങ്ങടുത്ത് രസീത് ഞാൻ നാളെ തരാം. രസീത് തരുമ്പോ പണം തരാം. ഇപ്പൊ പണം തന്നാലേ രസീതിന്റെ കാര്യം സാറ് മറക്കും. ഓർമ്മ കുറവുള്ള ആളല്ലേ. ആ, അത് പിന്നെ അപ്പൊ ഞാൻ പോട്ടെ സാറേ. ഒന്ന് പിടിച്ചേ. ദൈവമേ, ഇത്ര പെട്ടെന്ന് ഇവളൊക്കെ ടോപ്പായ? പാവപ്പെട്ട നമ്മളെ പോലുള്ളവരൊക്കെ കുഴഞ്ഞു പോകണോ? ഒരു പണിയായി, താൻ മഫ്റ്റിയിലല്ലേ, താൻ പോയിട്ട് അവിടെ പോയിട്ടേ ആ വാറ്റുകാരുടെ ചാരായില്ലേ അതൊന്ന് സെർച്ച് ചെയ്യ്. ഞാൻ ഇതിലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാട്ടാ. പച്ചക്കറിയേ പച്ചക്കറി. ആരാ? ഞാൻ ജോണി, ഒരു സഞ്ചാരിയാ. തോമാച്ച മുതലാളിയല്ലേ? അതെ. ഇവിടെ എത്തിയത് മുതൽ അങ്ങയുടെ വീരകഥകൾ പലരും പറഞ്ഞൊത്തിരി കേട്ടു. അപ്പം മുതലുള്ളൊരാശയായിരുന്നു ഒന്ന് കാണണമെന്ന്. ഇപ്പോ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ മുഖം എവിടെയോ കണ്ട് നല്ല പരിചയം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയാറ്. പോരാത്തതിന് ഈ ഭൂമി ഉരുണ്ടാണെന്നല്ലേ ചൊല്ല്. അപ്പോ ഈ കറക്കത്തിനിടയിൽ ഏതെങ്കിലും കോണിൽ വെച്ച് ഇതേപോലെ സാദൃശ്യമുള്ള ആരെയെങ്കിലും മുതലാളി കണ്ടിട്ടുണ്ടാവും. ശരി, സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് വരാം. നല്ല വെടിയിറച്ചി കഴിക്കാം. മരപ്പട്ടിയുടെ ഇറച്ചി കഴിക്കാൻ താല്പര്യമുണ്ട്. നല്ല ഫ്രഷ് സാധനമാണ്. ഇപ്പൊ പിടിച്ചോ? വേണ്ട, പിന്നൊരിക്കലാവാം. ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. ഈശ്വര,
ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ആഹാ. മോളുടെ പേരെന്താ? നീതു. നീതു മോളെ, അമ്മയകത്തുണ്ടോ? ഉവ്വ്. അങ്കിൾ ആരാണ്? അങ്കിള് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചോളൂ. എന്റെ നീതു മോൾക്ക് ഇതിരിക്കട്ടെ. മോളെ ആരാ അവിടെ വന്നിരിക്കുന്നത്? നമസ്കാരം. ആരാ? ഞാൻ ജോണി. എനിക്ക് ബ്രഹ്മദത്തൻ നമ്പൂരി ഒന്ന് കാണണം. അച്ഛന് സുഖമില്ല. അറിയാം. എങ്കിൽ അകത്തേക്ക് വന്നോളൂ. ഓ. ആരാ? കുറച്ച് അകലെന്നും വരുന്ന ഒരാളാ. ഇവിടെ വരെ എത്തിയപ്പോ എല്ലാരും പറഞ്ഞറിഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. കുട്ടി കേട്ട കഥകളെല്ലാം തെറ്റായിരിക്കും. കുട്ടി തേടിയ ബ്രഹ്മദത്തൻ നമ്പൂരി ഞാനല്ല. ഇത് പാതി മരിച്ച ജീവൻ അവശേഷിക്കുന്ന വെറുമൊരു ശരീരം മാത്രം. എല്ലാം നശിച്ചു. ഇവിടെ വിശേഷിച്ചൊന്നുമില്ല. ഇനിയെല്ലാം തോമാച്ചന്റെ ദഴയില. ഈ തറവാടിന്റെ അവസാന കഴക്കോല് പോലും ഇളക്കിയെടുക്കണമെന്നുള്ള വാശിയുള്ള ആളാ തോമാച്ചൻ. പേടിക്കണ്ട, എങ്ങും പോകേണ്ടി വരില്ല. ആരും ഇവിടുന്ന് ആരെ ഇറക്കി വിടില്ല. സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. Beautiful place. Josudi, you are a lucky man. ഞാൻ പറഞ്ഞില്ലൊരു പാഞ്ചാലി അവരുടെ മകളാ. അപ്പൊ നോ പ്രോബ്ലം. എങ്ങോട്ടാ കൊച്ചെ ഒറ്റയ്ക്ക്? ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ല.
അച്ഛ ഇവിടെ വന്നിരിക്കുന്ന എന്താ? മോളെ, എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ ആ കുട്ടി വന്നോ? ഏത് കുട്ടി? 2 ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയ കുട്ടി. ഇല്ല. പിന്നെ നീ അവനെ കണ്ടോ? ഇല്ല. ആ കുട്ടിക്ക് നമ്മുടെ ഇന്ദുവിന്റെ മോച്ചായുണ്ട്. എന്റെ ധാരണ ശരിയാണെങ്കിൽ അത് നമ്മുടെ ഇന്ദുവിന്റെ മകനാ. ജോണി, ബ്ലഡ് വരുന്നുണ്ടല്ലോ, എന്താ? സാരമില്ല. ഈ കുട്ടി വന്ന് വിവരം പറഞ്ഞപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. കുറച്ച് പേപ്പട്ടികള് അലറിക്കൊറിച്ചു വന്നപ്പോ കല്ലെറിഞ്ഞ് ഓടിച്ചെന്ന് കരുതിയാ മതി. തോമാച്ചന്റെ ആ വിത്ത് അങ്ങനെയൊന്നും തോറ്റു പിന്മാറില്ല. ഏതു നിമിഷവും ചതിയിൽപ്പെടുത്തും. ചതിയും വഞ്ചനയൊക്കെ ഒത്തിരി കണ്ടു വളർന്നവനായി ഞാൻ. നേർക്ക് നേരെ വന്ന് പൊരുതാൻ ധൈര്യമില്ലാത്തവര് പതിയിരുന്ന് ചതിപ്പെടുത്തും. അത് സ്വാഭാവികമാണ്. എങ്ങനെയുള്ള ആക്രമണങ്ങളെ നേരിടാനുള്ള ചങ്കുറപ്പോടെയാ ജോണി ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. തോമാച്ചനെയും അയാളുടെ തിന്മകളെയും പന പോലെ വളർത്തി വലുതാക്കിയത് ഇവിടുത്തെ നാട്ടുകാർ തന്നെയാ. തുടക്കത്തിലെ തന്നെ അയാൾ കാണിച്ച നെറുകേടുകൾക്ക് നേരെ പ്രതികരിച്ചിരുന്നെങ്കിൽ, എന്തിന് ഒരു ചെറു വിരലെങ്കിലും അനക്കിയിരുന്നെങ്കിൽ തോമാച്ചനും അവന്റെ മകനുമൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരോട് മാന്യമായിട്ട് പെരുമാറിയിരുന്നേനെ. ഇനിയും അവരങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ. കാരണം സാധാരണക്കാരന്റെ വേദന അവനൊക്കെ ഒരു തരം ലഹരിയാണ്. ഇനി അവനൊക്കെ വേണ്ടത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റാ. ജുഡീഷ്യറിയോ പോലീസോ ഒന്നുമല്ല നടപ്പിലാക്കേണ്ടത്, ഇവിടുത്തെ ജനങ്ങളാ. നാളെ ഇതുപോലുള്ള തോമാച്ചന്മാർ കിളിർത്തു വരാതിരിക്കാൻ ഇത്തരം ട്രീറ്റ്മെന്റുകൾ ആവശ്യമാ. സീതേ, ഇനി കുറച്ച് നാളത്തേക്ക് വിജനമായ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കരുത്. ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് നല്ല തല്ലും മേടിച്ചിട്ട് വന്ന് നിൽക്കുന്നു മരമാക്രികള്. ഒക്കെ ഇത്ര നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ. അവനിട്ട് 2 കൊടുക്കാൻ നിനക്കൊന്നും അപ്പൊ തോന്നിയില്ലേ? അവന് ശരിക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ചരിത്രം ഒന്നും പറയണ്ട. അതൊക്കെ പോട്ടെ. അവൻ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അപ്പോ ഇനി അവനെ കണ്ട തിരിച്ചറിയുവോ? തിരിച്ചറിയും. ഭാഗ്യം. അത്രയെങ്കിലും ഓർത്തല്ലോ നിങ്ങൾ. ഏതായാലും കിട്ടിയത് കിട്ടി. ഇനി നിങ്ങൾ അത് മറന്നേര്. അതിന്റെ കണക്ക് ഞാൻ തീർത്തോളാം. നിങ്ങൾ അകത്തേക്കല്ലേ. ഇനി ഇവിടെ നിന്ന് സങ്കടം കൂട്ടണ്ട. സൂണ, നീ പോയി ആ വൈദ്യരെ വിളിച്ചോണ്ടു. എല്ലാത്തിനും നല്ല കണക്കിന് കിട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആടവാസു, നമ്മുടെ പിള്ളേരെ തല്ലാൻ മാത്രം ഇത്ര ധൈര്യമുള്ളവൻ ആരാടാ ഈ കരയിലുള്ളത്? ഇവിടെ ഉള്ളവർക്കൊന്നും ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് തോന്നില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ചെയ്തത് ഏതോ പുറം പാർട്ടിയാവാനാ സാധ്യത. പുറം പാർട്ടിയോ? മുതലാളി വിഷമിക്കണ്ട. അവൻ ആരായാലും നമ്മുടെ വലയെ തന്നെ വീഴും. വീണ് കഴിഞ്ഞാ പിന്നെ ഒരു നിമിഷം മതി ഈ വാസുവിന്. ബഡ്ജറ്റ് തേയിലയ്ക്ക് വില കൂടിയേക്കും. വന്നിപ്പോ പത്രം നോക്കാൻ തന്നെ പേടിയാവുക. എന്തിനൊക്കെയാ വില കൂട്ടുന്നതെന്ന് പറയാൻ പറ്റിയല്ല. സാധനങ്ങൾക്കൊക്കെ നമ്മുടെ സർക്കാർ വാദിച്ചല്ലേ വില കൂട്ടണത്. തേയിലക്ക് വില കൂട്ടിയാ ചായക്കും വില കൂട്ടും. തേയിലയ്ക്ക് വില കൂട്ടുമെന്ന് പത്രത്തിൽ പറഞ്ഞിട്ടേ ഉള്ളു നായരെ. കൂട്ടിയിട്ടില്ല. താനൊന്ന് ക്ഷമിക്കടോ. ദേ ശങ്കരൻ നായരെ, മനേന്ന് തിരുമേനയും കുടുംബത്തെ ഒഴിപ്പിക്കാൻ തോമാച്ചനും കൂട്ടരും പോയിരിക്കാണ്. ഓ കഷ്ടം. നിങ്ങൾ വരുന്നുണ്ടോ? ഞാനങ്ങോട്ട് പോവാ. ഇനി ആ തിരുമേനി മക്കൾ എന്തു ചെയ്യും? എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. നോക്കി നിൽക്കാതെ ഓരോന്നെടുത്ത് പുറത്തേക്ക് വെക്കണം. സമയം പോയി.
മുതലാളി ഞങ്ങൾക്ക് ഒരവധി കൂടി തന്നൂടെ? തോമാച്ച, ഞങ്ങൾ ഈ അവസ്ഥ പറഞ്ഞു വിടരുത്. നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ഇവര് വെറും കാഴ്ചക്കാരാ. കാശിന്റെ കാര്യം വരുമ്പോ തിരുമേനി ആരും ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് നാട്ടുകാരെ. എന്നാ നിങ്ങൾ നാട്ടുകാരോട് പറ, എനിക്ക് തരാനുള്ള പണം തരാൻ. നിങ്ങൾക്ക് പണമല്ലേ ആവശ്യം? എന്നാ അനിയാ, ഇത് കളിതമാശയല്ല, ലക്ഷങ്ങളുടെ ഏർപ്പാടാ. മുതലാളി, ആ, ഇത് ബ്ലാങ്ക് ചെക്കാ. എത്ര വേണമെങ്കിലും എഴുതാം. മുതലാളി, ഇനി ഈ വീടിന്റെ പ്രമാണം എത്രയും വേഗം ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? വാസു, എന്തോ? നീ ആ പുറത്തിട്ട് സാധനം എടുത്ത് അകത്തേക്ക് വെക്ക്. ശരി മുതലാളി. ഞങ്ങൾക്ക് പറയണം, ജോണി നീ ആരാ? ഇത്രയും വലിയ തുക എന്തുറപ്പിലാ നീ ആ തിരുമേനിക്ക് കൊടുത്തത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ നിങ്ങളുടെ സുഹൃത്ത് എഞ്ചിനീയർ ഫിലിപ്പിന്റെയും ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകൾ ഇന്ദുവിന്റെയും മകനാ. ഞാൻ വന്നത് ഡിറ്റക്റ്റീവ് നോവൽ എഴുതാനോ ഈ നാട് കാണാനോ ഒന്നും അല്ല. പിന്നെ തോമാച്ചൻ മുതലാളിയെ തേടി വന്നതാ. എന്റെ കുടുംബം തകർത്തതിന് പ്രതികാരം ചെയ്യാൻ. എന്റെ അമ്മയുടെ മരണത്തിന് കാരണം തോമാച്ചനാ. ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പപ്പയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. ഇനി അയാളുടെ മരണം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. മോനെ, നിന്റെ അച്ഛനും ഞങ്ങളും സുഹൃത്തുക്കളായിരുന്നു. നിന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ തോമാച്ചനാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിയമത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ തെറ്റുകാരൻ ഫിലിപ്പായിപ്പോയി. പിന്നെ അയാളെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. തോമാച്ചൻ ജോണി ഉദ്ദേശിക്കുന്നത് പോലെ നിസ്സാരക്കാരനല്ല. അറിയാം. അയാൾ എത്ര തന്ത്രശാലിയായിരുന്നാലും ഞാൻ കുടിക്കുന്ന കുരുക്കിൽ കുടുങ്ങിയിരിക്കും. ചാക്കോ സാറിന്റെ വീട് കൊള്ളാലോ. ഒരു സ്ട്രോങ് കട്ടൻ. ഓ, ആരാ മനസ്സിലായില്ലല്ലോ. ഈ നാട്ടില് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതെ, ആദ്യമായിട്ടാ. എവിടെയാ സ്വദേശം? പൂജപ്പുരയിൽ. അവിടെ എവിടെയാ? സെൻട്രൽ ജയിലിൽ. അവിടെയാ ജോലി? ജോലിയല്ല, രണ്ടുപേരെ കൊന്നിട്ട് പോയതാ. ഭഗവാനെ, ഓരോ കുരിശുകൾ ഈ നാട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. ആ കലികാലം അല്ലാതെ എന്തു പറയാ. സാറേ, ആ ചേച്ചിയോ? സാറിനെ കാണാൻ 1-2 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിരുന്നു. എന്താ ചേച്ചി വിശേഷം? നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. ആ നായ്ക്കളിൽ നിന്ന് എന്റെ മോളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സാറേ. സാറ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടും ആത്മഹത്യ ചെയ്തേനെ. എല്ലാത്തിനും കാരണക്കാരി ഒരർത്ഥത്തിൽ ഞാനാ. എന്റെ തൊഴിലെ ഈ നാശത്തിനൊക്കെ കാരണം. ഈ അഴുക്ക് ചാലിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നണില്ല.
പാഞ്ചാലി ഇനി പഴയ പാർവതിയായിട്ട് ആരും കാണില്ല സാറേ. ഈ നാട് അത്ര നല്ലതല്ല സാറേ. തോമാച്ചനെ പോലുള്ളവർ ചത്താലേ ഈ നാട് രക്ഷപ്പെടും. ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ നല്ലൊരു ജീവിതം ഉണ്ടാവും. ഞാൻ പോട്ടെ സാറേ. ജയിലിൽ നിന്നുള്ള പപ്പയുടെ വരവ് തികച്ചും നിരാശാജനകമായിരുന്നു. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ പപ്പ എൻ്റെ കൺട്രോളിൽ നിന്നല്ല ഒരുപാട് അകലേക്ക് പോയിരുന്നു. സൂയിസൈഡ് ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് തിരിക്കുമ്പോ മനസ്സിൽ നിറയെ പകയുടെ കനല. തോമാച്ചനോടുള്ള പകയുടെ കനൽ. ഇനി അയാളുടെ മരണം, അതാണ് എന്റെ ലക്ഷ്യം. വേണ്ട മോനെ, എല്ലാം മറന്നേക്ക്. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല. ഇനി അതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടുത്തരുത്. ചേച്ചിയുടെ മരണമാ അച്ഛനെ തളർത്തിയത്. ഇപ്പൊ നീ വന്നതറിഞ്ഞപ്പോ മുതൽ അച്ഛന് വല്ലാത്ത മാറ്റമുണ്ട്. സമയം കിട്ടിയാ നീ അവിടെ വരെയൊന്ന് വരണം. നേരെ ഒത്തിരിയായി. അച്ഛന് മരുന്ന് കൊടുക്കാൻ സമയായി. ഞാൻ പോട്ടെ മോനെ. മണി 3 ഇവിടെ അവിടെ പോയി കിടക്കുകയാണ്. ഇച്ചായം വന്നിട്ട് അധിക നേരം ആയോ? ഇതെന്താണ് കയ്യിൽ? ഇത് നമ്മുടെ തോമാച്ച മുതലാളിയുടെ മകൻ ജോസുട്ടി തന്നതാ. അല്ല, ജോസുട്ടിയുടെ പെങ്ങള് തന്ന ഗിഫ്റ്റാ. അങ്ങനെയാണെങ്കിലേ ഫ്രിഡ്ജിന്റെ അകത്ത് ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് റൗണ്ടിങ്ങിന് പോയപ്പോ ഒരു മീൻ വണ്ടി തടഞ്ഞ നല്ല നെയ്മീനാ. നീ അത് ശരിയാക്കി പോയി. മാർക്കറ്റിൽ പോയി തെണ്ടാണ്ട് ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ആരാ? സാധനമുണ്ടോ? ഉണ്ടെങ്കിൽ അല്പം വേണമായിരുന്നു. പുതിയ ആളാണെന്ന് തോന്നുന്നു. സാറേ, ഒരു കത്തുണ്ട്. കത്തുണ്ടോന്ന് ചോദിച്ചാ കത്തുണ്ട്. നമുക്ക് ആ കുമാരൻ ഷാപ്പിൽ പോയി ചുള്ളുവിൽ നമുക്ക് കപ്പയും പോട്ടടിക്കാം. സാർ, അതല്ല, ഈ കത്ത് സാറിന്റെ ഭാര്യ തന്നതാ. ദൈവമേ, അവള് നിനക്കും തന്നാ കത്ത്? സാർ, ഇതല്പം സീരിയസാ. സീരിയസാ? വല്ല ഡോഗ് ഷോന്റെയും കാര്യം ഇരിക്കുള്ളൂ. എന്തായാലും നോക്കാം. പ്രിയപ്പെട്ട ചാക്കോച്ചൻ,